ഷെപ്പേഴ്സ് ആർട്ട് 154 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നതെന്ത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 2 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 18-ാം വാക്യത്തിലും 6-ാം അധ്യായം 23-ാം വാക്യത്തിലും. യോശുവയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തതാണല്ലോ ന്യായാധിപന്മാർ. ഇസ്രായേലിൽ 12 ന്യായാധിപന്മാർ ഉണ്ടായിരുന്നു. ഉന്നിയേൽ മുതൽ സാംസൺ വരെ 12 ന്യായാധിപന്മാർ. അതിലെ 4-ാമത്തെ വ്യക്തിയായിരുന്നു ദെബോറ. ദെബോറയുടെ ഭാഗമാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത വനിതയായിരുന്നു, ഒരു പ്രവാചകയും കൂടെയായിരുന്നു ദെബോറ. ദെബോറയ്ക്കെതിരായി പ്രവർത്തിച്ച സിസറ എന്ന വ്യക്തിയെ ഒരു ഭവനത്തിൽ താൻ ഒളിച്ചു ചെന്നപ്പോൾ അവിടുത്തെയുള്ള സഹോദരി തന്നോട് പറയുന്ന വാക്കാണ് നമ്മൾ കാണുന്നത്, ഭയപ്പെടേണ്ട എന്നുള്ളത്. 2-ാമത്തെ ഭാഗത്ത് കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നത് യഹോവ ഗിദെയോനോട് അരുളി ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് കാണുന്നത് 6-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ, യഹോവയുടെ ദൂതൻ ഓഫ്രയിൽ അബിയസ്യനായ യോവാഷിന്റെ കരുവേലത്തിൻ കീഴിൽ ഇരുന്ന് ഗോതമ്പ് മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മിതിക്കുകയായിരുന്ന ഗിദെയോന് പ്രത്യക്ഷപ്പെട്ടിട്ട് തന്നോട് അരുളി ചെയ്യുന്ന വചനമാണ് നമ്മുടെ കുറിവാക്യത്തിൽ വായിച്ചത്. അല്ലയോ പരാക്രമശാലിയെ. അതൊട്ടും ഗിദെയോന് മനസ്സിലായില്ല. താൻ ഭയമുള്ളത് കൊണ്ടാണല്ലോ മാറിയിരുന്ന് അധ്വാന ഫലം ശേഖരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. താൻ തന്നെ പറയുന്നുണ്ട് 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ഗിദെയോൻ, മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലയോ എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അവൻ്റെ കുലമല്ല നോക്കിയത്, അവൻ്റെ വലിപ്പമല്ല നോക്കിയത്, അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെയാണ് ദൈവം മാനിച്ചിട്ട് അവനോട് പറയാണ്, ഈ ബലം, ഇപ്പോൾ നിനക്കുള്ള ബലം കുറവാണെങ്കിലും ഉള്ള ബലം മതി, അതിനെ പൊലിപ്പിക്കുവാൻ, അതിനെ ശക്തീകരിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവം പറയാണ് 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാനുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. 16-ാം വാക്യത്തിൽ യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ മിദ്യാനരെ ഒരൊറ്റ മനുഷ്യനെ എന്ന പോലെ തോൽപ്പിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഫിലദെൽഫ്യ സഭയ്ക്കുള്ള ദൂതിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പശക്തിയേ ഉള്ളുവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വചനം കാക്കുന്ന, തന്റെ നാമം നിഷേധിക്കാത്ത ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അല്പശക്തിയേ ഉള്ളുവെങ്കിലും വചനം കാത്തതിനാല്, ദൈവത്തെ അനുസരിച്ചതിനാല് ദൈവം നന്മയുടെ വാതിൽ അവർക്ക് വേണ്ടി തുറക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഫിലിപ്പിയർ 4:13 പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവര്. നമുക്ക് അല്പശക്തി ഉള്ളെങ്കിലും, നമുക്ക് അല്പം ബലമേ ഉള്ളുവെങ്കിലും ഉള്ളത് ദൈവസന്നിധി സമർപ്പിച്ച് വചനത്തിലും ദൈവത്തിലും ആശ്രയിച്ചാൽ ദൈവം നമ്മെ നടത്തുവാൻ സർവശക്തനാണ്. പ്രതികൂലങ്ങളെ ഓവർകം ചെയ്ത് വിജയം വരിപ്പാൻ ദൈവമായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളിൽ പ്രയാസങ്ങളിൽ തകർന്നു പോകാതെ ശക്തിയോടെ, ബലത്തോടെ, കൃപയോടെ മുന്നേറുവാൻ ദൈവം സഹായിച്ചാട്ടെ. മഹത്വം കർത്താവ് എടുത്താട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.